Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേവിസ്, യാ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. മക്കളെ, അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വൺ ഷോട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കഴിയുന്നത് വരെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ബിഫോർ ദാറ്റ് നമ്മൾ എന്തറിയണം, എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് അറിയണം. അതിനുശേഷം നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയിലോട്ട് വരും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം. ആൻഡ് ഓൾസോ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി, അതുപോലെ തന്നെ സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ട് പഠിക്കും. കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, കാരണം നമ്മുടെ ഒരുപാട് പോർഷൻസ് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, കുറച്ച് പഠിച്ചാൽ മതി. പക്ഷേ തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടും ഉണ്ട് കേട്ടോ. ഓക്കെ, സോ അതെല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. സോ ബിഫോർ ദാറ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ, ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. സോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് മാം, യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും മിസ് ഇവിടെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, മിസ് ഈ ഒരു പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ആ ടോപ്പിക്ക് വീണ്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അതിലൊന്നും സംശയം വേണ്ട, നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ലാതെ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ വൺ ഷോട്ട് കണ്ടിട്ട്, അതായത് നമ്മൾ ഓൾറെഡി നമ്മളൊരു ലൈവ് സെഷൻ വൺ ഷോട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ വൺ ഷോട്ട് കണ്ടിട്ട് നിങ്ങൾ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, കാരണം എന്താണെങ്കിൽ നമുക്ക് NCERT പെട്ടെന്ന് നമ്മൾ NCERTയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ, എവിടെ നിന്ന് തുടങ്ങും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, വൺ ഷോട്ട് നിങ്ങൾ കാണുക, ലൈവിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. കണ്ടതിന് ശേഷം വന്നിട്ട് NCERT കാണും. NCERTന്റെ ഫസ്റ്റ് പാർട്ട് കമന്റ് ബോക്സിൽ കിടപ്പുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി, വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ ഈസി ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ പറയുന്ന അതേ കാര്യങ്ങൾ ചാർജസ് വെച്ച് പറയും. ഇവിടെ നമ്മൾ മാസ് വെച്ചിട്ട് പറയണമെങ്കിൽ അവിടെ ചാർജ് വെച്ചിട്ട് പറയും. സോ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വളരെ ഈസി. അതായത് എന്താണോ ഈ ഒരു ചാപ്റ്റർ അത് തന്നെയാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ചാപ്റ്റർ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് +2 ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്താണ് വളരെ ഈസി ആയിരിക്കും കേട്ടോ. സോ വി ഹാഡ് ഡിസ്കസ്ഡ് earlier the notion of potential energy as being the energy stored in the body at its given position. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കാരണം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രൂപം കാരണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ സ്പ്രിങ് അല്ലെ, സ്പ്രിങ് അതിന്റെ ആ കോൺഫിഗറേഷൻ കാരണം അതിനൊരു എനർജി കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം പൊസിഷൻ കാരണോ കോൺഫിഗറേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇഫ് ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കൽ ചേഞ്ചസ് an account of force acting on it, then the change in its potential energy is just the amount of work done on the body by the force. Okay, ഇനി നമ്മൾ എന്താ പറയാ, ഒരു ബോഡിയിലോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിന് മാറ്റം ഉണ്ടാവും അല്ലെ. അതിന്റെ പൊസിഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിനാണെങ്കിലും ഒക്കെ ഒരു മാറ്റം വരും. സോ ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു വർക്ക് ഉണ്ടല്ലോ, ആ വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്, നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഓക്കെ, വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ആസ് വി ഡിസ്കസ്ഡ് earlier, forces for which the work done is independent of the path are the conservative forces. The force of gravity is a conservative force. നമുക്കറിയാം. And we can calculate the potential energy of a body arising out of this force called the gravitational potential energy. എന്താണ് നമുക്കറിയാം, ഈ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൊട്ടൻഷ്യൽ എനർജി ഡെഫിനറ്റ്ലി അതിന് എന്തുണ്ടാവും, കൺസർവേറ്റീവ് ഫോഴ്സസിന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു കേട്ടോ. കൺസർവേറ്റീവ് ഫോഴ്സ്, ഓക്കെ, വർക്ക് എനർജി പവർ പഠിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാം. കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രമാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, ഒരു കൺസർവേറ്റീവ് ഫോഴ്സാ. അങ്ങനെയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ കുറച്ച് പോയിന്റ്സ് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സർഫസ് ഓഫ് ദി എർത്ത് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദി സർഫസ് മച്ച് സ്മോളർ ദാൻ ദ റേഡിയസ് ഓഫ് എർത്ത്. ഇൻ സച്ച് കേസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ഈക്വൽ ടു mg. അതായത് ഇപ്പം എർത്തിന്റെ സർഫസിലാണെങ്കിലും എർത്തിന്റെ സർഫസിൽ നിന്ന് കുറച്ച് അകലെ, ഓക്കെ, എന്നിരുന്നാലും എർത്തിന്റെ റേഡിയസിനെക്കാട്ടിലും, ഓക്കെ, ഇപ്പം നമ്മൾ എടുക്കുന്നത് ഇത് എർത്തിന്റെ സർഫസിൽ ഒരു പോയിന്റ് എടുത്തു, പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് എർത്തിൽ നിന്നും h ഹൈറ്റ് അകലെയാണ്. പക്ഷേ ഈ എച്ചിന് എന്താ ഒരു പ്രത്യേകത ഉള്ളത്, എർത്തിന്റെ റേഡിയസിനെക്കാട്ടിലും ഇത് ചെറുതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ എന്താണ്, നമ്മുടെ ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നോർമലി എന്തിനോട് ഈക്വൽ ആണ്, mgക്ക് ഈക്വൽ ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഡയറക്റ്റഡ് towards the center of the earth.
If we are considering a point at a height h1 from the surface of Earth at another point vertically above its height of h2 from the surface, the work done in lifting the particle of mass m from the first to the second position is denoted by work 1, 2. ഓക്കെ, അതായത് നമ്മളൊരു പൊസിഷൻ, അതായത് h1 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, h2 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? m മാസമുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഈ h1 ൽ നിന്നും h2 കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്ക്, ഓക്കെ, ആ വർക്കിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതുപോലെ വർക്ക് 1, 2 എന്ന്, അല്ലെങ്കിൽ 1 to 2 എന്ന് നമ്മൾ ഇടുന്നത്. അപ്പൊ നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫോഴ്സ് എന്താണ്? നമ്മൾ പറഞ്ഞു, അതായത് ആറിനെക്കാട്ടിലും റേഡിയസിനെക്കാട്ടിലും താഴെയുള്ള ഹൈറ്റ് ആണ്, അതായത് സർഫസിൽ നിന്നുമുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ റേഡിയസിനെക്കാട്ടിലും താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? അതിന്റെ പ്രാക്ടിക്കലി അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താ? h2 - h1 ആണ്. സോ അതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു കാര്യം അറിയാലോ. എന്താ നമുക്ക് അറിയുന്ന ഒരു കാര്യം? യെസ്, അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വർക്കാണ്, അതായത് വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. ഓക്കെ അല്ലേ? സോ ഇഫ് വി അസോസിയേറ്റ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് അറ്റ് എ ഹൈറ്റ് h above the surface such that, ഓക്കെ, എന്തായിരിക്കും വരുന്നത്? വർക്ക് ഡൺ അറ്റ് എ ഹൈറ്റ് which is equal to mgh plus എന്താ പറയുക, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. Okay, W0 എന്ന് പറയുന്നത് is a constant value. And it is clear that work done from 1 to 2 is equal to, ഇതിനെ നമ്മൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അതായത് mg h2 - h1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? mg h2 - mg h1. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അറ്റ് ഹൈറ്റ്, അതായത് h2 ഇരിക്കുമ്പോൾ വർക്ക് ഡൺ മൈനസ് h1 ഇരിക്കുമ്പോൾ വർക്ക് ഡൺ. ഓക്കെ അല്ലേ? സിംപ്ലി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് ദ പാർട്ടിക്കിൾ ഇസ് ജസ്റ്റ് ദ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ഇറ്റ്സ് ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. അതായത് വർക്ക് ഡൺ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റിലോട്ട് വരുവാണ്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിട്ട് വന്നു? യെസ്, രണ്ട് പൊസിഷൻസിൽ ഇരിക്കുന്ന, അല്ലെ, mg h എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ രണ്ട് പൊസിഷനിൽ ഇരിക്കുന്ന ആ പൊട്ടൻഷ്യൽ എനർജികളുടെ ഡിഫറൻസ് ആണ് ഇവിടെ എന്തായിട്ട് വന്നത്? വർക്ക് ഡൺ ആയിട്ട് വന്നത്. ഓക്കെ, ആൻഡ് പിന്നെ എന്താ പറയുന്നത്? ഒബ്സർവ് ദാറ്റ് ദ കോൺസ്റ്റന്റ് W0 ക്യാൻസൽസ് ഔട്ട് ഇൻ ഈച്ച്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇക്വേഷനിൽ നമുക്കറിയാം, ആസ് പെർ ദിസ് ഇക്വേഷൻ, ഓക്കെ, ആസ് പെർ ദിസ് ഇക്വേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൂടെ ഉണ്ട്. പക്ഷെ നമുക്കറിയാം രണ്ടിടത്തും ആ വാല്യൂ വരും, അല്ലെ? W(h2) നും ആ വാല്യൂ വരും, W(h1) നും ആ വാല്യൂ വരും. അത് ക്യാൻസൽ ആയി പോകും. സെറ്റിംഗ് h is equal to 0 in the last equation. ഇനിയിപ്പോൾ ലെറ്റ്സ് സേ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ h-ന് 0 ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് എന്താ വരിക? W0. ഓക്കെ, യെസ്, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ h-ന് 0 കൊടുത്തു, അതായത് W(h) is equal to mgh plus W0 ആണല്ലോ. h is equal to 0 ആണെന്നുണ്ടെങ്കിൽ WH എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഈ കോൺസ്റ്റന്റ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? h is equal to 0 means points on the surface of the earth. ക്ലിയർ അല്ലേ? അതായത് h, നമ്മൾ പറഞ്ഞു h എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഒരു ഹൈറ്റ് ആണ്. ആ ഹൈറ്റ് എന്താണ്? 0 ആണ്. ദാറ്റ് മീൻസ് അത് എവിടെയാണ്? എർത്തിന്റെ സർഫസിലാണ്. സോ ദസ് W0 is the potential energy on the surface of earth. Clear ആയല്ലോ? If we consider points at arbitrary distance from the surface of the earth, the result just derived is not valid, since the assumption of that gravitational force mg is constant is no longer valid. However, from our discussion we know that the point outside the earth, the force of gravitation on a particle directed towards the center of earth is this value. നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ്. സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് മനസ്സിലായി എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞു അത് എന്താണ്? വർക്ക് ഡൺ ആണ്. സ്റ്റോർ ചെയ്തിട്ടുള്ള വർക്ക് ഡൺ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ എത്രത്തോളം അവിടെ വർക്ക് അപ്ലൈ ചെയ്തു അതാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആയിട്ടുള്ളത്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി രണ്ട് പോയിന്റ്സിൽ, ഓക്കെ, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഈ ഒരു m മാസമുള്ള ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? മാറ്റുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജികൾ തമ്മിലുള്ള, അതായത് ആ ഒരു ഫസ്റ്റ് h2 പൊസിഷനിലും h1 പൊസിഷനിലും ഇരിക്കുമ്പോൾ അതിന്റെ ആ സ്ഥാനം കൊണ്ടുണ്ടായ പൊട്ടൻഷ്യൽ എനർജീസിന്റെ ഡിഫറൻസ് ആണ് ഈ പറയുന്ന വർക്ക് ഡൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പറഞ്ഞു W0 എന്താണെന്ന് നമ്മൾ ഫൈനലി മനസ്സിലാക്കിയത്. യെസ്, എർത്തിന്റെ സർഫസിലായിരിക്കുമ്പോൾ, ഓക്കെ, എർത്തിന്റെ സർഫസിലായിരിക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ m മാസമുള്ള വസ്തുവിന് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? W0 എന്ന് പറയുന്നത്. അതായത് h is equal to 0 അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിൽ. ക്ലിയർ? യെസ്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F is equal to GME
അതായത് മാസ് ഓഫ് എർത്ത് ഇൻറ്റു വസ്തുവിന്റെ എം മാസ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, യെസ്. ഇഫ് വി നൗ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ പാർട്ടിക്കൽ, ഓക്കെ, R1 നിന്നും R2 നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്താ പറയുക മാറ്റുവാണ്. ഓക്കെ, ഇതിൽ തന്നിട്ടുണ്ട് R2 ആണ്, R2-നാണ് കൂടുതൽ വാല്യൂ, അതായത് ഹൈറ്റ് കൂടുതൽ, അല്ലെങ്കിൽ R1 ഇത്രയേ ഉള്ളൂ എങ്കിൽ R2 ഇത്രയുണ്ട്, അത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലോങ് എ വെർട്ടിക്കൽ പാത്ത് വി ഗെറ്റ്, അതായത് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ W is equal to mgh2 minus h1 പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഫ്രം വേർ ടു വേർ, R1 to R2 നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? Okay, so the force of gravity, however, from our discussion we know that the point outside the earth, the force of gravitation on a particle directed towards the center, ആ value ആണ്, ആ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്, ഇനി നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഫ്രം R1 to R2 പോകുമ്പോൾ m മാസമുള്ള ഒരു വസ്തുവിനെ ഫ്രം R1 to R2 കൊണ്ടുപോകുമ്പോൾ അതിന് എത്രത്തോളം വർക്ക് ഡൺ ഉണ്ടാകണം എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഫോഴ്സ്, ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ചെറിയ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഇൻറ്റു ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രൽ ചേഞ്ച് ഇൻ വർക്ക് ഡൺ, അല്ലെങ്കിൽ ആ ചെറിയ വർക്ക് ഡൺ. ഓക്കെ, അങ്ങനെ ചെറിയ വർക്ക് ഡണ്ണിനെ കൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കിട്ടും. സോ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ ടേമിനും നമ്മൾ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ആര് മാത്രമേ ഉള്ളൂ, R² മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, R² അല്ലെങ്കിൽ 1/R² നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വന്നടാ, യെസ്, 1/R2 മൈനസ് 1/R1 എന്ന് നമുക്ക് വരുവാണ് കേട്ടോ. ക്ലിയർ ആയില്ലോ? യെസ്. ഇനി 7.21 ഏതായിരുന്നടാ, 7.21 യെസ്, mgh പ്ലസ് ഒരു കോൺസ്റ്റന്റ്. ആ സ്ഥാനത്ത് നമുക്ക് എന്താ ഇക്വേഷൻ വരുന്നത്, യെസ്, അവിടെ mgh എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ഏതാ വരാം, -gmm ഡിവൈഡഡ് ബൈ R എന്നുള്ള ഇക്വേഷൻ വരും, പ്ലസ് W1. ഓക്കെ, യെസ്, ആൻഡ് ദിസ് ഇസ് വാലിഡ് ഫോർ R is greater than R. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ എടുത്ത ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ആ ഹൈറ്റ് എങ്ങനെയായിരുന്നു, ആ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസിനെക്കാട്ടിലും കുറവായിരുന്നു, എർത്തിന്റെ സർഫസിൽ നിന്നും റേഡിയസിനെക്കാട്ടിലും കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെടുത്ത് ഈ ഒരു R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് എന്താണ്, റേഡിയസിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഉണ്ട്. അതായത് എർത്തിന്റെ സർഫസിൽ നിന്നും നമ്മൾ റേഡിയസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റേഡിയസിനെക്കാട്ടിലും കൂടുതലാണ് R-ന്റെ വാല്യൂ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ കിട്ടി. സോ നമുക്ക് പറയാൻ പറ്റും വർക്ക് ഡൺ 1 to 2 എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 to 2 എന്ന് പറയുന്നത്, അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഹൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്ത് പറയും, അവിടെ W of H2 പറഞ്ഞ പോലെ തന്നെ ഇവിടെ W of R2 മൈനസ് W of R1. ക്ലിയർ? സെറ്റിംഗ് R is equal to infinity. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, യെസ്, ആറിന് നമ്മൾ ഇൻഫിനിറ്റി വാല്യൂ കൊടുക്കുവാണ്. ഓക്കെ, R is equal to ഇൻഫിനിറ്റി വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആറിന് ഇൻഫിനിറ്റി വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ഡണിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ആ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ W0 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അതുപോലെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ W1 ആയിരിക്കും വരുന്നത്. അതെന്താണ്, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഈ വാല്യൂ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവെക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ അതിരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ പറഞ്ഞത്. ആ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി, ഓക്കെ, അറ്റ് ഇൻഫിനിറ്റി എന്തായിരിക്കും വാല്യൂ വരുന്നത്, ഇറ്റ് ഇസ് 0 ആക്ച്വലി. കാരണം എന്താ, യെസ്, നമുക്ക് ഇവിടെ അറിയാം പൊട്ടൻഷ്യൽ എനർജി, അതായത് ഇത് നമുക്ക് കിട്ടിയല്ലോ, ഒരു പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് കിട്ടിയല്ലോ. അപ്പം ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി അല്ലേ വരിക, ആറിന് പകരം 1/infinity എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, 0 അല്ലേ വരിക. സോ ദാറ്റ് മീൻസ് ആ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. Thus W1 is the potential energy at infinity. One should note that only difference of potential energy between 2 points has a definite meaning from equation 7.22 and 7.24. Okay, അതായത് one should note that only one difference of potential energy between 2 points has a definite meaning. Okay, so ഇവിടെ ഞാൻ പറയട്ടെ, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു, അതായത് നമ്മുടെ ഏതായിരുന്നടാ, യെസ്, W of H2 മൈനസ് W of H1 നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻ മാറി, അതായത് നമ്മുടെ റേഡിയസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സർഫസിൽ നിന്ന് ദൂരം എന്ന് പറയുന്നത് റേഡിയസിനെക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ തന്നെയാണെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, യെസ്, അഫ്കോഴ്സ് ഒരു മാസിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാസിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് മാറ്റി. ഇനി നമ്മൾ എടുക്കുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഫിനിറ്റിയിലുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ എന്താണ് മക്കളെ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 0 ആണ്. Okay, so W1 will be
എന്തായിരിക്കും? 0 ആയിരിക്കും. So one conventionally sets W1 equal to 0 so that the potential energy at a point is just the amount of work done in displacing the particle from infinity to that point. Okay, ഇൻഫിനിറ്റിയിലാണ് നമ്മൾ പോയിന്റിന് എടുക്കുന്നതെങ്കിൽ, അവിടെ നിന്നാണ് നമ്മൾ ഒരു മാസിനെ നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ? യെസ്. We have calculated the potential energy at a point of a particle due to gravitational force on it due to earth and it's proportional to mass of the particle. Okay, ഇനി ഒന്നുമില്ല, ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇത് പൊട്ടൻഷ്യൽ ആണ്, അല്ല ഇത് പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് കേട്ടോ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്താണ്? V is equal to minus Gm1 m2 divided by R എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ആൻഡ് ഇഫ് വി ചൂസ് V is equal to 0, പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഓക്കെ പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? യെസ്, അത് ഇൻഫിനിറ്റിയിലായിരിക്കും ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ നമ്മൾ രണ്ട് ടേം ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ, എന്താണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് പറയട്ടെ. നമ്മളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ, സോ ആ കൊണ്ടുവരുന്നത് ഒരു പോയിന്റ് മാസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, പോയിന്റ് മാസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്? 1 യൂണിറ്റ് അല്ലേ. അപ്പം ആ പോയിന്റ് മാസിനെ നമ്മളിവിടെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ഉണ്ടല്ലോ, അതാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൊണ്ടുവരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ഡിഫൈൻഡ് മാസ് ആണ്. അതിന് മാസ് ഉണ്ട്, എം എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്. mkg ആണ് അതിന്റെ മാസ് എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മളൊരു മാസിനെയാണ് കൊണ്ടുവരുന്നത്, ഡിഫൈൻഡ് മാസിനെയാണ് കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അത് യൂണിറ്റ് മാസിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പറയുക. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഒരു ഡിഫൈൻഡ് മാസിനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഇനി ഇൻഫിനിറ്റിയിലുള്ള ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. കാരണം എന്താണ്? ആസ് പെർ ദിസ് ഇക്വേഷൻ. ഓക്കെ, ആസ് പെർ ദിസ് ഇക്വേഷൻ എന്താണ് വരിക? ആറിന്റെ വാല്യൂ 0 വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ സോറി ആറിന്റെ വാല്യൂ ഇൻഫിനിറ്റി വന്നിട്ടുണ്ടെങ്കിൽ 1/∞ എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സമ്മറൈസ് ചെയ്യാൻ പോവാണ്. നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സസ് ആസ് ദ സിസ്റ്റം ചേഞ്ചസ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ കോൺഫിഗറേഷൻ ഇസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അല്ലേ. കൺസർവേറ്റീവ് ഫോഴ്സസിന് മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവത്തുള്ളൂ. സോ ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ആണ്. ഓക്കെ, നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ആണ്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, വർക്ക് ഡൺ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. നമ്മളിത് വർക്ക് ഡണിൽ പഠിച്ചിരുന്നു അല്ലെ, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. അതേസമയം വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, അല്ലെങ്കിൽ കൂടി വരുവാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അതിനനുസരിച്ച് എന്തായിരിക്കും? കുറഞ്ഞായിരിക്കും വരുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ എടുക്കണം. വർക്ക് എനർജി പഠിച്ചവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എനർജിയുടെ ഏത് സെഷനും കണ്ടോളൂ. എല്ലാ സെഷനും ഞാനത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It is nothing but the negative of the work done ആണ്. ക്ലിയർ? യെസ്. ഇനി എന്താ പറയുന്നത്? അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് പറയുന്നത്. U of R is equal to minus Gm1 m2 by R. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ m2 മാസ്, ഓക്കെ m2 മാസ് ഇവിടെ ഇരിപ്പുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എർത്ത് ഇവിടെ ഉണ്ട്. ഈ എർത്തിന്റെ ഫീൽഡ് അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം മനസ്സിലാകുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ മാസിനെ കൊണ്ടുവരുവാണ്. ഓക്കെ, നമ്മളൊരു പെർട്ടിക്കുലർ മാസിനെ കൊണ്ടുവരുവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന് ഏറ്റവും കൂടുതൽ പോകാവുന്ന ദൂരം ഏതാണ്? ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇൻഫിനിറ്റി ആണ് ഇതിന് പോകാൻ പറ്റുന്നത്. അവിടെ ആ പൊട്ടൻഷ്യലിന്റെ വാല്യൂ അല്ലെങ്കിൽ അവിടെ ഇതാക്കുന്ന വാല്യൂ എന്താണ്? യെസ്, ഇവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അറ്റ് ഇൻഫിനിറ്റിയിൽ. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റിയിൽ വരുന്ന വാല്യൂ എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും തോറും, ഓക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും തോറും നിങ്ങളൊന്ന് കാര്യം ശ്രദ്ധിക്കണേ. ഓക്കെ, ഇവിടെ നമ്മൾ കൊണ്ടുവരും തോറും എന്താ വരുന്നത്? യെസ്, പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഏറ്റവും മാക്സിമം വാല്യൂ ആണ് ഇൻഫിനിറ്റിയിലുള്ളത്. ആ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ കുറവായിരിക്കും ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? യെസ്, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുമ്പം ദാറ്റ് മീൻസ് അവിടെ അതിന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ക്ലിയർ ആയോ? അതായത് ഏറ്റവും മാക്സിമം വാല്യൂ 0 ആണ്. ഇനി വരുന്നത്, അതായത് ഇനി നമ്മൾ ഭൂമിയോട് അടുക്കും തോറും പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കുറയും. പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ മാക്സിമം 0. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതാണ് കുറവുള്ള വാല്യൂ? നെഗറ്റീവ് വാല്യൂസ് ആണ്. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കേട്ടോ.
ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Find the potential energy of a system of four particles placed at the vertices of a square of side L. Okay, നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ്, ഈ 4 പാർട്ടിക്കിൾസിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഇതിനെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു സ്ക്വയർ ആണ്, ആ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് L ആണ്. ഓൾസോ ഒബ്റ്റെയിൻ ദ പൊട്ടൻഷ്യൽ അറ്റ് ദി സെന്റർ ഓഫ് ദി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ ഈ 4 മാസം നമ്മുടെ എന്താ പറയുക ഒരു സ്ക്വയറിന്റെ 4 മൂലകളിലായിട്ട് നമ്മൾ വെച്ചു, അതിന്റെ ഒരു സൈഡ് L ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയഗണലിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് √L ആയിരിക്കും അല്ലെ. ഡയഗണലിന്റെ ലെങ്ത് വരുന്നത് ഇറ്റ് വിൽ ബി √2L ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ -4 gm² ഡിവൈഡഡ് ബൈ L വരും. കാരണം എന്തുവാ? യെസ്, ഇവിടെ വരുന്ന മാസ്, അതായത് 2 മാസുകൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എല്ലാത്തിന്റെയും മാസസ് m ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ m × m എന്നുള്ളത് m² ആയി പോകും. r ന്റെ സ്ഥാനത്ത് ഇവിടെ എന്തായി? L ആയി. ഇനി -2 × gm² ഡിവൈഡഡ് ബൈ √2L. ഓക്കെ, യെസ്. ഇനി ഇതിനെ നമ്മളൊന്ന് എന്താ പറയാ ലഘൂകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -5.41 gm² by L കിട്ടും. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് ദി സെന്റർ ഓഫ് ദി സ്ക്വയർ. ഓക്കെ, സെന്റർ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആറിന്റെ വാല്യൂ എന്തായിട്ട് മാറും? യെസ്, L by √2 അല്ലെങ്കിൽ √2L by 2 എന്ന് വരും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക? -4 × √2 gm ഡിവൈഡഡ് ബൈ L എന്ന് വരും. സോ നമുക്ക് രണ്ടിന്റെ ആൻസർ കിട്ടി. അറ്റ് ദി സെന്റർ എത്രയാണ് വരിക, അതുപോലെ തന്നെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഒരു പോയിന്റിലോട്ട് വരുന്ന എന്താ പറയാ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു മാസുകളെല്ലാം സെയിം ആണ്, അതുകൊണ്ടാണ് ഇവിടെ m² വന്നത്. ഇനി ലെങ്ത് ഇവിടെ 2 മാസുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ L വരും. ഇതിന്റെ ഡയഗണൽ ആണെങ്കിലോ ഈ ഡയഗണലിന്റെ വാല്യൂ എത്രയാണ് വരിക? ദാറ്റ് വിൽ ബി √2L അല്ലെ. അപ്പം ഒരു മാസമായിട്ട് ഇതിന് ഇത്രയും ഇന്ററാക്ഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്രയും വന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇവിടെ 4 മാസുകളുണ്ട്. ആ 4 മാസുകളുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെ, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ 4 × ചെയ്തത്. പിന്നെ ഡയഗണൽ ആണെന്നുണ്ടെങ്കിലോ ഡയഗണലിൽ നോക്കുമ്പോൾ 2 എണ്ണമാണ് വരുന്നത്. ദെൻ നമ്മൾ അതും ചെയ്തു. ഓക്കെ, യെസ്. ഇനി അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് എസ്കേപ്പ് സ്പീഡ്. എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മക്കളെ. നമുക്കറിയാം, നമ്മൾ കല്ലെടുത്ത് മുകളിലോട്ട് ഇറങ്ങിയാൽ താഴത്തോട്ട് വരും അല്ലെ. കുറച്ചും കൂടെ എന്താ പറയുക ഹൈറ്റിലോട്ട് നമ്മൾ ഇട്ടു, താഴെ വരും. ഇനി ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ തിരിച്ചു വരില്ല. കാരണം എന്താണ്? യെസ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്മൾ എന്താ പറയുക സ്പേസ് അല്ലെ. അപ്പം ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇത് സ്പേസിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്തുവാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരു മിനിമം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം സ്പീഡിന് നമ്മൾ പറയുന്ന പേരാണ് എസ്കേപ്പ് സ്പീഡ്. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? യെസ്, അത് എറിഞ്ഞു, താഴത്തോട്ട് വന്നു. ഓക്കെ, കുറച്ചും കൂടെ ഹൈറ്റിലോട്ട് പോയി താഴത്തോട്ട് വന്നു. പക്ഷെ നമ്മൾ നല്ലൊരു ഫോഴ്സ്, നല്ലൊരു വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് താഴത്തേക്ക് വന്നില്ല. എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് അത് പോയി. ഓക്കെ, ഗ്രാവിറ്റേഷൻ എർത്തിന് എപ്പോഴും നമ്മളെ ആകർഷിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ആ എർത്തിന്റെ സ്വാധീന മേഖലയിൽ ഉണ്ടെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കൂല എന്നാണ് എർത്തിന്റെ ഒരു സ്റ്റാൻഡ്. മനസ്സിലായോ? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അറിയേണ്ടത് ആരെയാണ്? എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. സോ ആ ഇക്വേഷൻ നമ്മൾ കൺസർവേഷൻ ഓഫ് നമ്മുടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇക്വേഷനിലോട്ട് എത്തുന്നത്. സോ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എഴുതി തരാം. ഇത് വെച്ചിട്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമുക്കറിയാലോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെ. കോൺസ്റ്റന്റ് ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? ടോട്ടൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ. ഓക്കെ, ക്ലിയർ? പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഉള്ള കൈനറ്റിക് എനർജി, ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന കൈനറ്റിക് എനർജി, ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്താ കൊടുക്കുന്നത്? യെസ്, ഇതിനെ നമുക്ക് പുറത്തേക്ക് കടത്തണം അല്ലെ. എസ്കേപ്പ് സ്പീഡാണ് അറിയേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്ന വെലോസിറ്റി എന്തായിരിക്കും? യെസ്, അതിന് എസ്കേപ്പ് ചെയ്യാകുന്ന വെലോസിറ്റി, അതായത് സ്പേസിലേക്ക് അതായത് ഗ്രാവിറ്റേഷൻ ഫീൽഡ് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വെലോസിറ്റി ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ഇനീഷ്യൽ കൈനറ്റിക് എനർജിനെ ഇങ്ങനെ എഴുതി. ഇനി എനിക്ക് അറിയാലോ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യെസ്, -gmm by
r ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്ലസ് ഉള്ളത് മൈനസ് ആവുമല്ലോ. സോ മൈനസ് GMM ബൈ സ്മോൾ ലെറ്റർ ആർ. അത് നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ് R പ്ലസ് H. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ എർത്തിന്റെ റേഡിയസ് ഓക്കെ പ്ലസ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ്. ഓക്കെ, ഞാൻ RE എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താണ്, നിങ്ങൾക്ക് അറിയാം ഇവിടെ R എന്ന് ക്യാപിറ്റൽ R എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് എന്താണ്, എർത്തിന്റെ റേഡിയസ് ആണ്. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് ഇറ്റ് വിൽ ബി 0 അല്ലെ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജിന്റെ വാല്യൂ എന്താണ്, 0. ആൻഡ് നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ ഓക്കെ, അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ പൊട്ടൻഷ്യൽ എനർജിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും അല്ലെ. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വാല്യൂ ആയിരിക്കും. ആ മാക്സിമം വാല്യൂ എത്രയാടാ, നമ്മൾ പറഞ്ഞു 0 ആണ് അല്ലെ. ഏറ്റവും മാക്സിമം വാല്യൂ അതിന്റെ ഇൻഫിനിറ്റിയിലാണ്. ആ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം എനിക്ക് കിട്ടി എന്താണ്, ഹാഫ് MVE സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു അല്ലെ, ഹാഫ് MVE സ്ക്വയർ which is equal to GMM by R plus H. ഓക്കെ, M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിന്റെ മാസ് ആണ്. സ്മോൾ ലെറ്റർ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെയാണ്, യെസ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ മാസ് ആണ്. സോ GMM by R plus H ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ആരിനെ നമുക്ക് അറിയേണ്ടത്, VE സ്ക്വയർ അല്ലേ. സോ VE സ്ക്വയറിന് മാത്രം ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ 2GMM by R plus H ഇൻറ്റു ഇവിടെ ഈ ഒരു M ഉണ്ടല്ലോ, യെസ് ആ ഒരു M 1/m കൂടെ ഉണ്ടാവും. ഓക്കെ, സോ ഞാനൊക്കെ കഴിഞ്ഞപ്പം ഈ M ഉം ഈ M ഉം ക്യാൻസൽ ആയിപ്പോയി. എനിക്ക് കിട്ടി √2GM ഡിവൈഡഡ് ബൈ R പ്ലസ് H. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, യെസ് 2GM ഡിവൈഡഡ് ബൈ R എന്ന് പറയാം. ഈ സ്മോൾ ലെറ്റർ R സൂചിപ്പിക്കുന്ന എന്താണ്, R പ്ലസ് H തന്നെയാണ്. ഇനി ഇത് V സ്ക്വയറാ അല്ലെ, നമുക്ക് എന്താ വേണ്ടത്, V ആ വേണ്ടത്. അപ്പം ഇതിന് എന്ത് ചെയ്താൽ മതി, √2 കൊടുത്താൽ മതി. √2GM ഡിവൈഡഡ് ബൈ R പ്ലസ് H. ക്ലിയർ, യെസ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, √2GM ബൈ R എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേടാ, യെസ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഹൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി കുറയും. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇതേ സംഭവം തന്നെ നമ്മൾ കുറച്ചും കൂടെ ഉയരത്തിൽ പോയിട്ട് ചെയ്യുവാണെങ്കിൽ എത്രത്തോളം ഇവിടെ നമ്മൾ കൊടുത്ത അതേ എസ്കേപ്പ് വെലോസിറ്റി തന്നെ, അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത അതേ വെലോസിറ്റി തന്നെ വേണം എസ്കേപ്പ് ചെയ്യാനായിട്ട്, വേണ്ട. ഹൈറ്റ് കൂടും തോറും എന്താണ്, എസ്കേപ്പ് വെലോസിറ്റിയുടെ സ്പീഡ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, യെസ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, ഇനി എർത്തിന്റെ സെൻട്രലാണ്, ഓക്കെ എർത്തിന്റെ സെൻട്രൽ നിന്നാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യേണ്ടത്, യെസ് എസ്കേപ്പ് ചെയ്യിപ്പിക്കേണ്ടത്. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും അതിനെ പുറത്താക്കേണ്ടത് എവിടെ നിന്നിട്ടാ, എർത്തിന്റെ സെൻട്രൽ നിന്നിട്ട്. എർത്തിന്റെ സെൻട്രൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ആറിന്റെ വാല്യൂ എന്തായിട്ട് മാറും, യെസ് ഈ R പ്ലസ് H, അല്ലെങ്കിൽ ഈ ആറിന്റെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും അല്ലെ. അതായത് എസ്കേപ്പ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു √2GM ഡിവൈഡഡ് ബൈ 0 വരും. വിച്ച് മീൻസ് ഇൻഫൈനൈറ്റ് വെലോസിറ്റി കൊടുത്താൽ മാത്രമാണ് എർത്തിന്റെ സെന്ററിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, എർത്തിന്റെ സെന്ററിൽ നിന്നും ഇതിനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവും അല്ല. ഓക്കെ, ഇനി ഞാനൊരു കാര്യം കൂടെ ചെയ്തോട്ടെ. ഇനി സർഫസില് ഓക്കെ, അറ്റ് ദി സർഫസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അറ്റ് സർഫസ് അതായത് എർത്തിന്റെ സർഫസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്പീഡ് നമുക്ക് കൊടുക്കേണ്ടി വരും. സോ ഞാൻ നോക്കുവാണ്, √2GM ഡിവൈഡഡ് ബൈ R പ്ലസ് H അല്ലേ, 2 ഉണ്ട്, R പ്ലസ് H അല്ലേ. അപ്പം അതിൽ Hന്റെ വാല്യൂ 0 ആയിരിക്കില്ലേ, R പ്ലസ് H എർത്തിന്റെ സർഫസിലാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും, Hന്റെ വാല്യൂ 0 ആയിരിക്കും. സോ എനിക്ക് പറയാം R ആണ് R പ്ലസ് Hന്റെ അവിടെ വരാം അല്ലെ, R പ്ലസ് 0 വരും. ഓക്കെ, സോ ഇവിടെ R വരും. ക്ലിയർ അല്ലേ. ഇനി ഞാൻ ഒരു മോഡിഫിക്കേഷൻ, ഇതാണ് എർത്തിന്റെ സർഫസിലുള്ള എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, എനിക്കിനി ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ടേമിൽ വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ, √2GM ബൈ R ആണ് ഇക്വേഷൻ, ഇൻറ്റു R ഡിവൈഡഡ് ബൈ R ഞാൻ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് വല്ല പരിചയമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കണേ. യെസ്, ഇവിടെ നോക്കിക്കേ, ഈ GM ബൈ R സ്ക്വയർ എന്താടാ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലേ, G is equal to GM by R സ്ക്വയർ. എർത്തിന്റെ സർഫസിലുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് G എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എസ്കേപ്പ് വെലോസിറ്റിക്ക് എന്ത് ഇക്വേഷനും കൂടെ കിട്ടി, √2GR എന്നുള്ള ഇക്വേഷനും കൂടെ കിട്ടി. ക്ലിയർ അല്ലേ. ഇനി ഈ √2GRന്റെ വാല്യൂ, അതായത് നമുക്കറിയാം ഇവിടെ ജിന്റെ വാല്യൂ നമുക്കറിയാം, എർത്തിന്റെ സർഫസിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.4 × 10⁻⁶ മീറ്റർ ആണ്. സോ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എസ്കേപ്പ് സ്പീഡ്. എവിടെ ആയിരിക്കുമ്പോൾ എർത്തിന്റെ സർഫസിലാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട വെലോസിറ്റി, അതായത് എർത്തിന്റെ സർഫസിൽ നിന്നും ഇതിനെ രക്ഷപ്പെടാനായിട്ട് ആവശ്യമായിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റിന്റെ വാല്യൂ എനിക്ക് എന്താ കിട്ടിയത്, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മിനിമം. ഓക്കെ, ഇത്രയും വെലോസിറ്റിയിൽ ഓക്കെ
എന്താണ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് അല്ല, കിലോമീറ്റർ പെർ അവർ അല്ല, കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും വെലോസിറ്റി ഞാൻ കൊടുക്കുവാണെങ്കിൽ, എർത്തിന്റെ സർഫസിൽ നിന്നും ഇത്രയും വെലോസിറ്റി ഞാൻ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ എം മാസമുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, സ്പേസ് അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മറികടന്ന് പോയിരിക്കും. അപ്പൊ എന്റെ ഒരു ചോദ്യമാണ്, അതായത് നമ്മൾ റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുന്നുണ്ടല്ലോ, അപ്പം ഈ റോക്കറ്റുകളൊക്കെ ഈ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിലായിരിക്കും പോകുന്നത്? തീർച്ചയായിട്ടും അല്ല. എന്നിട്ടും അവർ സ്പേസ് അല്ലെങ്കിൽ സ്പേസിലോട്ട് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മറികടന്ന് പോകുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? അതായത് നമ്മളിവിടെ പറഞ്ഞല്ലോ, മിനിമം നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ എർത്തിന്റെ സർഫസിൽ ഞാൻ നിൽക്കുന്നു, മിനിമം ഞാൻ ഇത്രയും വെലോസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് സ്പേസിന് എത്താൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വെച്ച് കൊടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്കിപ്പം ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ വെലോസിറ്റി ഞാൻ കൊടുത്തു, അത് മുകളിൽ കുറച്ചെത്തി, അത് എന്ത് ചെയ്യും, പിന്നെയും ഞാൻ വെലോസിറ്റി കൊടുക്കും, പിന്നെയും ഞാൻ വെലോസിറ്റി കൊടുക്കും. അങ്ങനെ ഞാൻ വെലോസിറ്റി എനിക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതെന്താണ്? ഇത് മിനിമം വെലോസിറ്റിയാണ്. ക്ലിയർ ആയല്ലോ? ഇത് മിനിമം വെലോസിറ്റിയാണ്. ഓക്കെ, എർത്തിന്റെ സർഫസിൽ. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇതേ വെലോസിറ്റി തന്നെ വേണ്ട, ഇതേ വെലോസിറ്റിയിൽ മാത്രമേ നമുക്ക് സ്പേസിലോട്ട് പോകാൻ പറ്റുന്നൊന്നുമില്ല. നമുക്ക് പതുക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വെലോസിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏത് വെലോസിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമുക്ക് മുകളിലോട്ട്, അതായത് സ്പേസിലോട്ട് പോകാനായിട്ട് പറ്റും. അറ്റ് എ ടൈം ഒരൊറ്റ പ്രാവശ്യം നമുക്ക് വെലോസിറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ ഈ വെലോസിറ്റി വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ എസ്കേപ്പ് സ്പീഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ, ഓക്കെ, നമുക്ക് ഇനി മാസിന്റെ ടേംസിൽ, അല്ലെ സോറി, നമ്മുടെ ഡെൻസിറ്റിയുടെ ടേംസിലും കൂടെ വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എഴുതാം. ഓക്കെ, കാരണം G is equal to നമുക്കറിയാം 4/3 പൈ GR rho ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സർഫസിൽ നിൽക്കുമ്പോൾ ഉള്ള എസ്കേപ്പ് വെലോസിറ്റിന്റെ വാല്യൂല് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 8πg(rho)r² എന്നുള്ള ടേം കിട്ടും. ക്ലിയർ അല്ലേ? കാരണം എന്തുവാണ്, ഇതുകൊണ്ട് ഒരു √2 GR അല്ലേ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്, അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇത് എർത്തിന്റെ സർഫസിലുള്ള എന്താണ്, എസ്കേപ്പ് വെലോസിറ്റിന്റെ വാല്യൂ ആണ് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ഓക്കെ, അപ്പം എസ്കേപ്പ് വെലോസിറ്റിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 3 ഇക്വേഷൻസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻസ് വരുന്നത്. എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേഗം ഒരു ചോദ്യത്തിലോട്ട് പോവാണ്. 2 uniform solid spheres of equal radii. ഓക്കെ, നമുക്ക് 2 solid spheres ആണുള്ളത്, അതിന് രണ്ടിന്റെയും റേഡിയസ് സെയിം ആണ്. But mass m and 4m have a center to center to center separation 6r. ഓക്കെ, അതായത് ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്, 6r ആണ്. ഓക്കെ, ഇതിന്റെ റേഡിയസ്, അതായത് ഒരു സോളിഡ് സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്, മറ്റതിന്റെയും സെയിം ആണ്, റേഡിയസ് 6 ആണ്. ഇതിന്റെ മാസ് m ആണെങ്കിൽ ഇതിന്റെ മാസ് 4m ആണ്. ആൻഡ് ഇതിന്റെ സെന്ററിൽ നിന്നും ഇതിന്റെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6r ആണ്. ഓക്കെ, the two spheres are held fixed. A projectile of mass m is projected from the surface of the sphere of mass m. ഇവിടെ നിന്നും, ഓക്കെ, m മാസുള്ള സ്ഫിയറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് സ്ഫിയറിന്റെ സെന്ററിലോട്ട് ഒരു m എന്ന് പറയുന്ന മാസിനെ പ്രൊജക്ടൈൽ ചെയ്യുവാണ്. Obtain an expression for the minimum speed v of the projectile so that it reaches the surface of the second sphere. Okay, a projectile is acted upon by 2 mutually opposing gravitational forces of the 2 spheres. നമുക്കറിയാം 2 സ്ഫിയേഴ്സും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, യെസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അട്രാക്ട് ചെയ്യും. സോ ഈ പ്രൊജക്ടൈൽ എങ്ങനെയാ, ഈ 2 ഫോഴ്സിനെയും മറികടക്കണം. ഓക്കെ, ദ ന്യൂട്രൽ പോയിന്റ് n is defined as the position where the 2 forces cancel each other. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് മാസ് കൂടുതൽ, ഇവിടെയാണ് മാസ് കുറവുള്ളത്. സോ നമ്മളൊരു പോയിന്റ് അസ്യൂം ചെയ്യുവാണ്, n എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, ഇത് എക്സാക്ട്ലി സെൻട്രൽ ആയിരിക്കില്ല, കാരണം എന്തുകൊണ്ടാണ്, രണ്ടിന്റെയും മാസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഈ 2 ഫോഴ്സസും, ഓക്കെ, ഇവിടെ നിന്നും ഒരു ഫോഴ്സ് വരുന്നുണ്ട്, ഇവിടെ നിന്നും ഫോഴ്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഫോഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്, കാരണം ഇവിടെയാണ് മാസ് കൂടുതലുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് നമുക്കറിയാം റേഡിയസ് രണ്ടിന്റെയും സെയിം തന്നെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇത് രണ്ടും ക്യാൻസൽ ആകുന്ന ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു, n എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ m മാസുള്ള ഈ ഒരു സ്ഫിയറിന്റെ സെന്ററിൽ നിന്നും n-ലോട്ടുള്ള ഡിസ്റ്റൻസ് r എന്നെടുത്തു, അതായത് ON is equal to r എന്നെടുത്തു. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ എന്നില് നമ്മൾ പറഞ്ഞു അത് ന്യൂട്രൽ പോയിന്റ് ആണ്, അതായത് അവിടെ ഫോഴ്സ് ക്യാൻസൽ ആകുന്നു. അതായത് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുന്ന മൊമെന്റ് ആണ്, അല്ലെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഫിയറിൽ നിന്നും ഈ സ്ഫിയർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് GMM ബൈ ഈ ഡിസ്റ്റൻസ്. ദിസ് ഇസ് സംതിങ് നമ്മൾ ഓൾറെഡി നെയിം ചെയ്തിരുന്നു, r. ഓക്കെ, r². ഇനി 4m ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, G into 4m into m ഡിവൈഡഡ് ബൈ, ഓക്കെ, ഡിവൈഡഡ് ബൈ വാട്ട്,
യെസ്, ഇവിടെ ടോട്ടൽ ഈ ഒരു ലെങ്ത് വരുന്നത് 6r ആണ് അല്ലെ. 6r ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. അതിൽ ഈ ഒരു സ്മോൾ ലെറ്റർ r അല്ലെ, ഈ ഒരു സ്മോൾ ലെറ്റർ r ആണ് ഈ ഒരു ഡിസ്റ്റൻസ്. നമുക്ക് വേണ്ടത് എവിടെ തൊട്ട് ഇവിടെ വരിക? യെസ്, ഇവിടെ വരെയാണ്. അങ്ങനെയാണെങ്കിൽ 6r മൈനസ് സ്മോൾ r ആയിരിക്കും ഈ ഒരു ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, ഫസ്റ്റത്തെ gm into നമ്മുടെ പ്രൊജക്ടൈലിന്റെ മാസ് m ഡിവൈഡഡ് ബൈ r സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു g into 4m into m divided by 6r minus r the whole square. ഇതുവരെ മനസ്സിലായല്ലോ. ഇനി ഇതിൽ ഈക്വൽ ആയിട്ട് വരുന്ന എല്ലാ ടേംസിനും നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. സോ ഫൈനൽ ആയിട്ട് നമുക്ക് എന്താ കിട്ടിയത്? യെസ്, 6r minus r whole square which is equal to 4r square എന്ന് കിട്ടും. ഓക്കെ, ബാക്കി എല്ലാം ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്താ കിട്ടിയത്? 4r square which is equal to 6r minus r the whole square എന്ന് കിട്ടി. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ r എന്ന് പറയുന്നത് 2r കിട്ടാം, അതുപോലെ തന്നെ -6r എന്നും കിട്ടാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ r ന് രണ്ട് വാല്യൂസ് പോസിബിൾ ആണ്, 2r and -6r. The neutral point r is equal to -6r does not concern us this example. ഓക്കെ, അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്, അതെന്തായാലും പോസിബിൾ ആയിട്ടില്ല. സോ നമുക്ക് പറയാം ON അല്ലെങ്കിൽ r എന്ന് പറയുന്നത് എത്രയായിട്ട് നമുക്ക് എടുക്കാം? 2r ആയിട്ട് എടുക്കാം. ഈ ഒരു വാല്യൂ പോസിബിൾ അല്ല. സോ r is equal to 2r എന്ന് കിട്ടി. അതായത് റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും ON എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു പ്രൊജക്ട് ദ പ്രൊജക്ടൈൽ വിത്ത് എ സ്പീഡ് which would enable it to reach n. Thereafter, the greater gravitational pull of 4m would suffice. The mechanical energy at the surface m is ഓക്കെ. സോ മെക്കാനിക്കൽ എനർജി ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൈനറ്റിക് എനർജി എന്തൊക്കെയാണ് വരുന്നത്? മെക്കാനിക്കൽ എനർജി അറ്റ് ദി സർഫസ് ഓഫ് എം ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, എം ആണ് പറയുന്നത്. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എന്താ പറയാ മാസ് കുറവുള്ള സ്ഫിയർ. സോ അവിടെ എന്തൊക്കെ വരും? യെസ്, നമ്മുടെ ½ വരും. അതുപോലെ തന്നെ എന്താണ് ഈ നമ്മൾ പ്രൊജക്ടൈൽ ചെയ്യുന്ന ആ ഒരു മാസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഫിയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി വരും. ദെൻ അതിനുശേഷം എന്താണ്? യെസ്, എക്സാക്ട്ലി നമ്മുടെ 4m മാസ് ഉള്ള അവിടെ വരുന്ന പൊട്ടൻഷ്യൽ എനർജിയും വരും. ഓക്കെ, ഇതിന്റെ ഒക്കെ സമ്മായിരിക്കും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? രണ്ട് പൊട്ടൻഷ്യൽ എനർജീസും ഒരു കൈനറ്റിക് എനർജിയും. കൈനറ്റിക് എനർജി പ്രൊവൈഡഡ് ബൈ ആരാ? യെസ്, നമ്മുടെ നമ്മൾ പ്രൊജക്ടൈൽ ചെയ്യുന്ന മാസ്. ഓക്കെ, ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസാണ്, ഒബ്ജക്റ്റിന്റെ ആണ് കൈനറ്റിക് എനർജി. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞു ഈ ഒരു ഒബ്ജക്റ്റും കാരണം ഇന്ററാക്ഷനിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആൻഡ് ഓൾസോ 4m മാസും ഈ ഒരു പ്രൊജക്ടൈലും തമ്മിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് കിട്ടി അറ്റ് ന്യൂട്രൽ പോയിന്റ് n the speed approaches 0. The mechanical energy at n is purely potential. ഓക്കെ, സോ നമുക്കറിയാം n-നോട് അടുത്ത് വരുമ്പോഴത്തേനും സ്പീഡ് കുറയും. ഓക്കെ, n-ലോട്ട് എത്തുമ്പോഴത്തേനും എന്തായിരിക്കും? 0 ആയിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ പിന്നെ കൈനറ്റിക് എനർജി ഉണ്ടാവോ? ഇല്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ടോട്ടൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത്രയാണ്. അതിൽ നമുക്ക് n എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരുമ്പോഴത്തേനും എത്രയായിരിക്കും? കൈനറ്റിക് എനർജി അവിടെ ഇല്ലാണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രം ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ½ v² -gm/r. എല്ലാ സ്മോൾ ലെറ്റർ എമ്മും ക്യാൻസൽ ആയി പോയിട്ടോ. -4gm/r which is equal to -gm/2r -gm/r. ഓക്കെ, ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്തിട്ട് ആരെ കിട്ടും? വിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അവിടെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ഏത് വെലോസിറ്റിയിലാണ് പ്രൊജക്ടൈലിനെ വിടേണ്ടത് എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. എ പോയിന്റ് ടു നോട്ട് ഇസ് ദാറ്റ് ദ സ്പീഡ് ഓഫ് ദ പ്രൊജക്ടൈൽ is 0 at n but is non-zero when it strikes the heavier sphere 4m. The calculation of the speed is left as an exercise to students. Okay, ഇതിന്റെ കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്തതാണ് എർത്ത് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സാറ്റലൈറ്റ്സിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് അറിയാം അല്ലെ? നമുക്കറിയാം, അതായത് നമ്മുടെ ഭൂമിനെ കുറിച്ചിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, എർത്തിന് പാരലൽ ആയിട്ടോ അല്ലെങ്കിൽ എർത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ നമ്മൾ എന്ത് ചെയ്യും? ഒരു സംഭവത്തിന് നമ്മൾ അങ്ങ് കറക്കി വിടും. ഓക്കെ, ആ സംഭവമാണ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്ട്സ് വിച്ച് റിവോൾവ് അറൌണ്ട് ദി എർത്ത്. എർത്ത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് സാറ്റലൈറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനില്ല സോഫാർ, അതോടെ നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. സോ ഇത് എന്തിനാ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ ഭൂമിയിലെ കാലാവസ്ഥ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് സെൻസിങ്,
എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. അതായത് ഒരു സാറ്റലൈറ്റ് എന്ത് ചെയ്യും, എർത്തിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ അതൊരു എർത്തിന് മാത്രമല്ല, ഇത് പ്ലാനറ്റിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സാറ്റലൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് എർത്തിന്റെ സർഫസിൽ ഉള്ള ഒരു സാറ്റലൈറ്റ് എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമുക്കറിയാം, അതായത് സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് അകലെയായിരിക്കും, എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് അകലെയായിരിക്കും സാറ്റലൈറ്റ്സിനെ നമ്മൾ വെക്കുന്നത്. സോ നമുക്കറിയാം, ഇങ്ങനെ ഒരു സാറ്റലൈറ്റിന് കറങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം? യെസ്, അതിന് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? mv²/r ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇതിന് എന്തുണ്ടാവും? യെസ്, ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അല്ലെ? ഈ സാറ്റലൈറ്റ്സ് ഇതിന് ചുറ്റും കറങ്ങുന്നു, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടി, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെയും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും ഒരു ഇക്വേഷൻ കിട്ടി. ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ mv²/r which is equal to gmm/r². ഓക്കെ, ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാം? ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിന്റെ വാല്യൂ കിട്ടും. അതെന്താ കിട്ടുക? gmm/r² ഇൻറ്റു r ഡിവൈഡഡ് ബൈ m. സോ എമ്മും എമ്മും ക്യാൻസൽ ആയിപ്പോയി, ഒരു ആറും പോയി. സോ gm/r എന്ന് വരും. ഓക്കെ, സോ gm/r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ m എന്ന് പറയുന്നത് എന്താണ്? m എന്ന് പറയുന്നതാണ് മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ r എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, റേഡിയസ്, എർത്തിന്റെ റേഡിയസ് പ്ലസ് അതിരിക്കുന്ന ഹൈറ്റ്. ഓക്കെ, re + h. ഓക്കെ, ക്ലിയർ ആയില്ലോ? ഇനി നമുക്കറിയാം ഹൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഹൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ വി കുറയും അഗെയിൻ. ഓക്കെ, യെസ്, ഇത് v² ആണ് കേട്ടോ, റൂട്ട് ഇട്ടാലാണ് വിന്റെ വാല്യൂ കിട്ടത്തുള്ളൂ. ഇനി ലെറ്റ്സ് സേ സപ്പോസ് h = 0 ആണെന്ന് വിചാരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അറ്റ് ദി സർഫസ് ആണെന്ന് വിചാരിക്കുക, എർത്തിന്റെ സർഫസിലാണ് നമ്മൾ സാറ്റലൈറ്റിനെ വെക്കുന്നത്. അത് നമുക്കറിയാം പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും നമ്മൾ അങ്ങനെ ഒരു വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? യെസ്, gm/re എന്ന് കിട്ടും. അതായത് നമ്മുടെ v = √gm/r എന്ന് കിട്ടും. gm/r എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ സർഫസിലുള്ള, ഓക്കെ, എർത്തിന്റെ സർഫസിൽ നമ്മൾ സാറ്റലൈറ്റ് കറങ്ങുവാണെന്നുണ്ടെങ്കിൽ, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, തിയററ്റിക്കൽ വാല്യൂ ആണ്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? √gm/r ആണ്. ക്ലിയർ അല്ലേ? ഇനി അഗൈൻ ഞാൻ എന്ത് ചെയ്തു? r/r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. r/r കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ വരിക? യെസ്, v = √gm ഡിവൈഡഡ് ബൈ r² ഇൻറ്റു r. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് g, അല്ലേ? യെസ്, സോ gr എന്ന് പറയും. അതായത് ഇതാണ് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഓർബിറ്റില് അതിന് കറങ്ങാൻ ആവശ്യമായിട്ടുള്ള വെലോസിറ്റി ആണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂസ് ആണ്. അത് സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? √gr ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഒരു സാറ്റലൈറ്റ് എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് എർത്തിനെ കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? ടൈം പീരീഡിന്റെ വാല്യൂ എന്താ വരുന്നത്? 2π × √re/g വരും. ഓക്കെ, re/g വരും. സോ ഇവിടെ നമുക്ക് RE-ന്റെ വാല്യൂ അറിയാം, G-ന്റെ വാല്യൂ അറിയാം. ഏത് കേസിൽ? സർഫസിന്റെ മുകളിലാണെങ്കിൽ. ഓക്കെ, സർഫസിൽ അറ്റ് ദി സർഫസ് ആണെന്നുണ്ടെങ്കിൽ G-ന്റെ വാല്യൂ 9.8 m/s² ആണ്. അതുപോലെ തന്നെ R-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.4 × 10⁶ മീറ്ററും ആണ്. ഓക്കെ, സോ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 85 മിനിറ്റ്സ് ആണ് ഒരു എന്താ പറയുക, എർത്തിന്റെ സർഫസിൽ. ഞാൻ പറഞ്ഞല്ലോ തിയറട്ടിക്കൽ വാല്യൂ ആണ്, ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതല്ല. ഇത് സർഫസിലൂടെയാണ് കറങ്ങുന്നതെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഒരു സാറ്റലൈറ്റ് എടുക്കുന്ന സമയം എന്തായിരിക്കും? അറൌണ്ട് 85 മിനിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മേ ബി ടൈം പീരീഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, സോ യെസ്, അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നടാ? ഫോർ എ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് വെരി ക്ലോസ് ടു എർത്ത് എന്തായിരിക്കും? v = √gm/r ആണ്. ഇനി എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? v is equal to √2v0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ VO എന്ന് പറയുന്നത്. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി നമുക്കറിയാം, എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? √2gm/r ആണ്, അല്ലേ? അതുപോലെ ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? gm/r ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു √2ന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. സോ എസ്കേപ്പ് വെലോസിറ്റി which is
equal to root 2 V0. ഇനി ടൈം പീരീഡോ, ടൈം പീരീഡ് നമ്മൾ പറഞ്ഞു ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, 2 pi r by v ആണ് ഇക്വേഷൻ വരുന്നത്. സോ വിച്ച് ഇസ് അറൌണ്ട് 85 minutes ആണ് വരുന്നത്. അത് പറഞ്ഞല്ലോ സർഫസിലാണ്, സർഫസിലെ വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പക്ഷേ ഇതൊരു തിയററ്റിക്കൽ വാല്യൂ ആണ്. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കൂടെ. ദ പ്ലാനറ്റ് മാസ് ഹാസ് 2 moons. ഓക്കെ, മാർസിന് 2 മൂൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോബോസ് ആൻഡ് ടെൽമോസ്. ഫോബോസ് ഹാസ് എ പീരീഡ് 7 hours 39 minutes. ഓക്കെ, 7 hours 39 minutes ആണുള്ളത്. അതിന്റെ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് 9.4 × 10⁻³ കിലോമീറ്റർ ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മാർസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് മാർസിന്റെ എന്ത് കിട്ടണം? നമുക്ക് മാസ് കിട്ടണം. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ അറിയാലോ. T is equal to 2 pi into root of r by എന്തായിരുന്നു? r by യെസ് ജി ആണ്. ഓക്കെ, യെസ് ആർ ബൈ ജി ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഇവിടെ നമ്മൾ റിലേഷൻ നോക്കുവാണ്. റിലേഷൻ ജിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? യെസ്, ജി എം ബൈ ആർ സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ജി എം ബൈ ആർ സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത് മാർസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജിന്റെ വാല്യൂ അറിയത്തില്ല. സോ ആർ ഇസ് ഈക്വൽ ജി എം ബൈ ആർ സ്ക്വയർ നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഇത് മുകളിലേക്ക് വരുമ്പോൾ എന്തായി? 2 pi into root of r³ divided by gm എന്ന് വരും. ഇനി ഞാൻ ടി സ്ക്വയർ കണ്ടുപിടിക്കുവാണ്. ടി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 4 pi square r³ divided by gm. ഓക്കെ, ഇതാണ് ഈ ഒരു ഇക്വേഷൻ. ഇത്രയും വരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? എനിക്ക് അറിയേണ്ടത് ഈ ഒരു മാസമല്ലേ, അറിയേണ്ടത്. എനിക്ക് ടൈം പീരീഡിന്റെ വാല്യൂ അറിയാം, 4 pi square. ഇത് കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. റേഡിയസിന്റെ വാല്യൂ എനിക്ക് തന്നിട്ടുണ്ട് 9.4 × 10⁻6 meters ആണ്. ഇത് കിലോമീറ്റർ ആണ്. മീറ്ററിലാണെന്ന് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 10⁻6 meter ആവും. സോ എനിക്ക് ഇക്വേഷൻ അറിയാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഫോർ ദാറ്റ് എം ഇസ് ഈക്വൽ ടു 4 pi square r³ divided by g എന്ന് വരും. g into t square എന്ന് വരും. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 6.48 × 10⁻23 ആണ് എന്തിന്റെ മാസ് എന്ന് പറയുന്നത്? മാർസിന്റെ മാസ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത എന്താ പറയുന്നത്? അസ്യൂം ദാറ്റ് ദ എർത്ത് ആൻഡ് മാർസ് മൂവ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, എർത്തും മാർസും ഒരു സർക്കുലർ ഓർബിറ്റിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അറൌണ്ട് ദി സൺ with a Martian orbit being 1.52 times the orbital radius of Earth. What is the length of the Martian year in days? Okay, so once again നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? കെപ്ലേഴ്സ് തേർഡ് ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു a³ ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാലോ ഇവിടെ നമ്മൾ ടി എം എന്ന് പറയുന്നതാണ് നമ്മുടെ മാർഷ്യൽ ഇയറിൽ വരുന്നത്. പിന്നെ മാർസിന്റെ വരുന്നത്. ദെൻ ടി ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ എർത്തിന്റെ വരുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ടൈം പീരീഡിന്റെ ബാക്കിയെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് അറിയേണ്ടത് ടി എമ്മിന്റെ വാല്യൂ ആണ് അറിയേണ്ടത്. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 684 days എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താണ്? weighing the earth. You are given the following data. ജിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതായത് റേഡിയസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്, ദ ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ആർ തന്നിട്ടുണ്ട്, ആൻഡ് ദ ടൈം പീരീഡ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ മൂൺ എർത്തിനെ കവർ ചെയ്യാനുള്ള കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന സമയമാണ് 27.3 days എന്ന് പറയുന്നത്. ഒബ്റ്റെയിൻ ദ മാസ് ഓഫ് ദി എർത്ത് ഇൻ 2 different way. ഓക്കെ, സോ ഫസ്റ്റ് എന്താ പറയുന്നത്? യെസ്, നമ്മൾ നമ്മുടെ ജിന്റെ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? മാസ് കണ്ടുപിടിക്കാൻ പോവാണ്. കാരണം നമുക്ക് എല്ലാ വാല്യൂസ് അറിയാം അല്ലെ. ജിന്റെ വാല്യൂ അറിയാം, ആറിന്റെ വാല്യൂ അറിയാം, അതുപോലെ തന്നെ ഏതാണ് ക്യാപിറ്റൽ ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയാം. സോ ഫ്രം ദിസ് നമുക്ക് എന്ത് കിട്ടി? 5.97 × 10⁻24 kilogram ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ദ മൂൺ ഇസ് എ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. ഫ്രം ദ ഡെറിവേഷൻ ഓഫ് കെപ്ലേഴ്സ് തേർഡ് ലോ നമുക്ക് എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ജിന്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടി സ്ക്വയറിന് എന്താ പറയാ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഗെയിൻ മാസിന്റെ എർത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. എം ഇനെ ഇവിടെ നിർത്തി ടി സ്ക്വയറിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എം ഇയുടെ മാസ് അതിൽ 4 pi square കോൺസ്റ്റന്റ് ആണ്. ആറിന്റെ വാല്യൂ നമുക്കറിയാം, ജിന്റെ വാല്യൂ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ നമുക്കറിയാം, ടി സ്ക്വയറും നമുക്കറിയാം. ടി സ്ക്വയർ എന്താണ്? ടൈം പീരീഡ് എന്താണ്? 27.3 days ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? യെസ്, അതിനെ നമുക്ക് സെക്കൻഡ്സിലോട്ട് മാറ്റണം. സോ നമുക്ക് എന്ത് കിട്ടും? യെസ്, 27.3 × 24 × 60 × 60 ചെയ്യുമ്പോൾ നമുക്ക് എർത്തിന്റെ മാസ് എഗെയിൻ നമുക്ക് ഒരു വാല്യൂ കിട്ടും. അത് തമ്മിൽ 1% ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി എക്സ്പ്രസ് ദ കോൺസ്റ്റന്റ് കെ ഓഫ് ഇക്വേഷൻ 7.38. ഓക്കെ, 7.38 അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ഏതായിരുന്നു ആ ഒരു എക്സ്പ്രഷൻ? 7.38. ഓക്കെ, യെസ്, നമ്മുടെ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ × RE + H³ ആണ്. സോ യെസ്, നമുക്ക് അങ്ങോട്ട് വരാം.
given k is equal to k ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. The moon is at a distance of 3.84 into 10 to the power 5 km from the earth. Obtain its time period of revolution in days. k ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ k ന്റെ വാല്യൂ വെച്ചിട്ട് 10 to the power -3 ടൈം പീരീഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1.33 into 10 to the power -14 കിട്ടി. യൂസിങ് ഇക്വേഷൻ 7.38. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് ഓക്കെ കെയിൻ്റെ വാല്യൂ നമ്മൾ കിലോമീറ്റർ റേസ് ടു -3 ഫോമിലോട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഓക്കെ യെസ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം കൺവേർഷൻ ആണ് ചെയ്തത്, കൺവേർഷൻ ചെയ്തു. ഇനി നമ്മൾ ഇക്വേഷൻ ആസ് പെർ ദ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വാല്യൂസ്. സോ നമുക്ക് കിട്ടി 27.3 ഡേയ്സ് ആണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന സമയം എന്ന് കിട്ടി. ഓക്കെ, എക്സാക്ട്ലി നമ്മൾ ആ എന്താ പറയുക നമ്മുടെ 7.38ന്റെ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്. ഇനി എന്താ പറയുന്നത്, എനർജി ഓഫ് എൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ഓക്കെ, അതെന്താ വരുന്നത്, ഫസ്റ്റ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ, ½ mv². അതിൽ v എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചല്ലേ, ആ കണ്ടുപിടിച്ച വെലോസിറ്റിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, gm_me by 2 into RE plus H എന്ന് കിട്ടും. ഓക്കെ, കാരണം എന്താണ്, നമ്മുടെ വെലോസിറ്റിന്റെ വാല്യൂ എന്തായിരുന്നു, √GM/R, സ്മോൾ ലെറ്റർ R എന്ന് ഞാൻ ഇടുന്നുള്ളൂ, ദാറ്റ് ഇസ് R plus H ആണ് വാല്യൂ വരുന്നത്. ഇതാണ് നമ്മുടെ വാല്യൂ വന്നത് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കൈനറ്റിക് എനർജി ½ into m into GM/R വരും. ഓക്കെ, സോ നമുക്ക് വാല്യൂ എത്രയാണ് വരിക, യെസ് g into m into m ഡിവൈഡഡ് ബൈ 2 into R എന്ന് പകരം R plus H. ഓക്കെ, കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിയും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, -GMM/R plus H എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ രണ്ടിന്റെ സമ്മല്ലേ, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയുടെ സമ്മല്ലേ. അപ്പം ഈ രണ്ട് വാല്യൂസും ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും 1 + 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -GMM/2/RE plus H എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ആ റിലേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ. സിമ്പിൾ ആണ്, അതായത് നമ്മുടെ കൈനറ്റിക് എനർജി, ഓക്കെ, കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അതെന്താണ്, ടോട്ടൽ എനർജിക്ക് ഒരു മൈനസ്, അതായത് കൈനറ്റിക് എനർജിക്ക് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്ത് എന്തായി, അത് ടോട്ടൽ എനർജി ആയി. ഇനി പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, യെസ്, നമ്മൾ കൈനറ്റിക് എനർജീനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടും, പൊട്ടൻഷ്യൽ എനർജീനെ കിട്ടും. ഇനി പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ അത് വളരെ സിമ്പിൾ ആണ്. എന്താണ്, യെസ്, 2TE ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെസ്, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഈ ഒരു റിലേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യാം. 1000 kg സാറ്റലൈറ്റ് ഈസ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് 2RE about the earth. How much energy is required to transfer it to circular orbit of 4RE? What are the changes in the kinetic and potential energies? So initial energy നോക്കുവാണ്, that is nothing but -GMEM/4RE ആണ്. ഫൈനലിൽ വരുമ്പോഴോ, യെസ്, അത് എന്താ പറയുക, അത് ഇതിന്റെ ഡബിൾ ആയി അല്ലേ, 2RE ആയി. RE എന്തായി, 2RE ആയി. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചേഞ്ചിങ് ടോട്ടൽ എനർജി എന്തായിട്ട് വരും, യെസ്, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ. യെസ്, അപ്പം എന്താണ് വരുന്നത്, -GMEM/4RE മൈനസ്, ഇത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടോ വരാ. ഓക്കെ, മൈനസ് അഗെയിൻ ഒരു മൈനസ് ഉണ്ട്, സോ ദാറ്റ് വിൽ ബി പ്ലസ് ആയിട്ട് പോവും. സോ GMEM/8RE എന്ന് വരും. ഓക്കെ, സോ ഇതിലെല്ലാം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും അല്ലേ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി എന്ത് ചെയ്തു, യെസ്, നമുക്ക് ഉള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചേഞ്ച് ഇൻ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു GMRE/8. ഓക്കെ, അതെങ്ങനെ G എന്ന് വന്നത്, യെസ്, ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള ടേംസിന് എല്ലാത്തിനും പുറത്തെടുത്ത് കഴിഞ്ഞപ്പം, ഓക്കെ, കോമൺ ആയിട്ടുള്ള എല്ലാ ടേംസിനും പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്തെടുത്ത ടേം എന്താവുന്നത്, GM/R². GM/R² എന്ന് പറഞ്ഞാൽ G അല്ലേ, അങ്ങനെയാണ് ഈ ഒരു G വന്നത്. ഓക്കെ, സോ നമ്മൾ Gന്റെ വാല്യൂ കൊടുത്തു. അതുപോലെ തന്നെ എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 400 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ REന്റെ വാല്യൂ തന്നിട്ടില്ലേ, യെസ്, REന്റെ വാല്യൂ നമുക്ക് അറിയാലോ, 6.4 into 10 to the power 6 meters ആണ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ചില ക്വസ്റ്റൻസിൽ ഇപ്പോൾ മനസ്സിലായാലും REന്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എഴുതാൻ അറിയണം, ആ വാല്യൂ ആണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. 6.4 എക്സാക്ട്ലി 6.37 എന്ന് പറയാം. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ 8 സോ നമുക്ക് കിട്ടി 3.13 into 10 to the power 9 joules എന്ന് വന്നു. ഓക്കെ, ഇനി എന്താ വേണ്ടത്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതാണ് നമ്മുടെ ആ റിലേഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് ടോട്ടൽ എനർജി അല്ലേ കിട്ടിയത്. സോ ഇവിടെ നമുക്ക് 3.13 കിട്ടി. നേരത്തെ നമ്മൾ കൈനറ്റിക് എനർജിയും നേരത്തെ എഴുതി വെച്ച് നോക്കിയേ, കൈനറ്റിക്
എനർജിയും ടോട്ടൽ എനർജിയും, അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൈനസ് കൈനറ്റിക് എനർജിയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ടോട്ടൽ എനർജിക്ക് എന്താണോ ഉള്ളത് അതിനൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ മൈനസ് 3.13 ഇൻറ്റു 10⁹ ആയിരിക്കും ആരുടെ വാല്യൂ വരുന്നത്, കൈനറ്റിക് എനർജിയുടെ വരുന്നത്. ഇനി പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താ, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ എനർജീനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, യെസ് 6.25 ഇൻറ്റു 10⁹ ജൂൾസ് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയില്ലോടാ? യെസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് അടക്കം എല്ലാം പഠിച്ചു വെച്ചു, എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്, ഇത് ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രമല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ ഇത് എല്ലാം റിവൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും ഇന്ന് തന്നെ കണ്ടെത്താം. കാരണം നിങ്ങൾ ഓൾറെഡി 1 ഷോട്ട് കണ്ടു. ഓക്കെ, ഇനി നിങ്ങൾ NCERT ക്യാപ്സ്യൂൾ പാർട്ട് 1 കണ്ടു, ഇന്ന് പാർട്ട് 2 കണ്ടു. അതായത് ഏകദേശം ഒരു 2 hours കൊണ്ട് തന്നെ NCERT നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് നിങ്ങളുടെ ടാസ്ക്, യെസ് അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും ഇരുന്നിട്ട് ഇത് രണ്ടും കൂടെ, അതായത് 1 ഷോട്ട് കണ്ടതിൻ്റെയും NCERT ലൈൻ ബൈ ലൈൻ കണ്ടതിൻ്റെയും വെളിച്ചത്തിൽ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 hours. ഓക്കെ, കാരണം ഓൾറെഡി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മനസ്സിലാക്കി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ. സോ ഒരു 2 hours സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിൽ നമ്മൾ NCERT എക്സാമ്പിൾസും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ 1 ഷോട്ടിനും ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതിനുള്ള സൊല്യൂഷൻ, ഓക്കെ, അത് എന്തായിരിക്കും ആ സൊല്യൂഷൻ, ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. സോ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ, ഓക്കെ, അടുത്ത ഒരു അടിപൊളി ഫിസിക്സ് ക്ലാസ്സുമായിട്ട് നമുക്ക് നേരിടാം. സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.